ബ്യൂട്ടീഷ്യൻ കോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് വെറും ഒരു തൊഴിൽ മേഖല മാത്രമല്ല, നമുക്ക് സ്വന്തമായിട്ടൊരു വരുമാനം കണ്ടെത്താനുള്ള ഒരു ഇതും അതുപോലെ നമ്മുടെ സ്വയം പര്യാപ്തയാക്കുന്നതും ആത്മവിശ്വാസം വളർത്തുന്നതുമായിട്ടുള്ള ഒരു മേഖലയാണ്. അപ്പൊ നമ്മൾ ഇവിടെ പഠിച്ച് നമുക്ക് അത്രയും ഇതായിട്ട് സ്വന്തം വരുമാനം കണ്ടെത്തി ഒരു മേഖല ഉറപ്പിച്ച രണ്ട് വ്യക്തികളാണ് നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ശ്രീലത ചേച്ചി ആൻഡ് സരിത ചേച്ചി. അവർ രണ്ടുപേരും സ്വന്തമായിട്ട് ഒരു പാർലർ ഇവിടെ പഠിച്ചിട്ട് സ്വന്തമായിട്ട് പാർലർ ഇട്ട വ്യക്തികളാണ്. അപ്പൊ ഇന്നിവിടെ വനിതാ രത്നം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നടത്തി നമ്മൾ ഇന്ന് അവരെ ആത്മാർത്ഥമായിട്ടും അവര് കഷ്ടപ്പെട്ടുണ്ടാക്കിയതിന് നമ്മൾ ഇന്ന് അംഗീകാരം കൊടുക്കുകയാണ്. അപ്പൊ ആ ഒരു ആത്മാർത്ഥതയ്ക്ക് വേണ്ടി നമ്മൾ എല്ലാവരും സന്തോഷത്തോടെ അവരെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വേണ്ടി ക്ഷണിക്കുകയാണ്. അപ്പം ഈ ഒരു പ്രോഗ്രാം വച്ചത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആയിട്ട്, കാരണം നമ്മൾ ഇവിടെ പഠിച്ചിട്ട് അവരത്രയും കഷ്ടപ്പെട്ട് ആ ഒരു നിലയിൽ എത്തിയോണ്ടാണ് നമ്മൾ ഇന്ന് അവരെ ആദരിക്കാനായിട്ട് തീരുമാനിച്ചത്. അപ്പം ഞാനും എൻ്റെ പേരിലും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേരിലും ആത്മാർത്ഥമായിട്ട് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അപ്പൊ നമുക്ക് ഈ ഒരു പ്രോഗ്രാമിനായിട്ട് മൊമെന്റ് കൊടുത്ത് സ്വീകരിക്കാനായിട്ട് നമ്മുടെ രേഷ്മ ടീച്ചറിനെ, നമ്മുടെ RM ആണ്, ഹെഡാണ്, രേഷ്മ ടീച്ചറിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ശരി, നമുക്ക് ഇവിടെ ബ്യൂട്ടീഷ്യൻ കോഴ്സ് കംപ്ലീറ്റ് ആക്കിയ ഇവരിപ്പം പുതിയൊരു തൊഴിൽ ജീവിതത്തിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഭാഗത്ത് നിന്ന് നമുക്ക് വലിയൊരു സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഒരു ആദരവ് തന്നെയാണ്. അപ്പൊ ഞാനും എൻ്റെ പേരിലും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേരിലും ഒക്കെ ആത്മാർത്ഥമായിട്ടുള്ള അഭിനന്ദനങ്ങൾ നേരുന്നു. അപ്പൊ നമുക്ക് ഓരോരുത്തരെയായിട്ട് അവാർഡ് വാങ്ങിക്കാനായിട്ട് വിളിക്കാം. ഈ ഒരു അവസരം എനിക്ക് നൽകിയ എൻ്റെ ഇവിടുത്തെ മിസ്സുമാർക്കും ഇവിടുത്തെ ആറ്റിങ്ങലത്തെ സെന്ററിനോടും ഞാൻ അതിയായ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഞാൻ ഇതിലോട്ട് വരാൻ തന്നെ കാരണം, ഞാൻ 13 വർഷം മുന്നേ ബ്യൂട്ടീഷ്യൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ഒരാളാണ്. ഇവിടെ ആറ്റിങ്ങൽ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു ബ്യൂട്ടി പാർലർ പഠിച്ചിറങ്ങിയ ഒരാളാണ്. പക്ഷെ എനിക്ക് അവിടെ നിന്ന് പഠിച്ചിറങ്ങിയ സമയത്ത് ഞാൻ വീട്ടിൽ ചെയ്യുമായിരുന്നു. പക്ഷെ എനിക്ക് അതിന് വലിയ കോൺഫിഡൻസ് ഇല്ലായിരുന്നു. പിന്നെ നാളുകൾ ഇത്രയും കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും നല്ല രീതിയിൽ പഠിക്കണം എന്ന ഒരു ആഗ്രഹം, അതിയായ ഒരു ആഗ്രഹം വന്നപ്പോഴാണ് ഞാൻ ഇവിടുത്തെ ഒരു വീഡിയോസ് ഞാൻ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നതും അതിനുവേണ്ടി ഞാൻ ഇവിടുത്തെ സെന്ററുമായിട്ട് അന്വേഷിക്കുന്നത്. ഞാൻ ഇവിടെ ശരിക്കും മേക്കപ്പ് പഠിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആദ്യം വന്നത്. ഇവിടെ ഞാൻ അതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കാൻ വന്നപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് നമ്മുടെ സുധാ മിസ്സിന്റെ ക്ലാസ്സിൽ ഇരിക്കുകയും ചെയ്തു. എനിക്ക് ആ പഠിപ്പിക്കുന്ന രീതി എല്ലാം ഒത്തിരി ഇഷ്ടപ്പെട്ട്. മിസ്സുമാർ നല്ല ഫ്രണ്ട്ലി ആണ്. അങ്ങനെയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ പിന്നെ സ്കിന്ന് പഠിച്ചു, ഹെയർ പഠിച്ചു, പിന്നെ ഞാൻ മേക്കപ്പിലോട്ടൊക്കെ വരുന്നത്. പക്ഷെ ഈ ഒരു അവസരത്തിൽ ഞാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയാണ്, നല്ല രീതിയിലുള്ളൊരു നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കി തരുന്ന രീതിയിലാണ് അവർ പഠിപ്പിക്കുന്നത്. അതും ഇത്രയും ചെറിയൊരു ഫീസിൽ. ഞാൻ ട്രിവാൻഡ്രത്തൊക്കെ അന്വേഷിച്ചായിരുന്നു. അപ്പൊ ഭയങ്കര ഫീസ്, പിന്നെ ഡെയിലി പോയി വരുന്ന കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ട് കാരണമാണ് ഞാൻ ഇവിടെ തന്നെ ജോയിൻ ചെയ്തത്. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഈ ഒരു അവസരത്തിൽ ഞാൻ ഇവിടുത്തെ ആറ്റിങ്ങലത്തെ സെന്ററിനോടും എൻ്റെ മിസ്സിനോടും എനിക്കിതൊക്കെ തന്ന രേഷ്മ മിസ്സിനോടും കിരൺ സാറിനോടും എല്ലാവരോടും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് ായിട്ട് ശ്രീലതയെ എല്ലാവർക്കും നമസ്കാരം. എനിക്കങ്ങനെ വലിയ സംസാരിച്ചുള്ള ശീലമൊന്നുമില്ല. പേഴ്സണലായിട്ടാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ എല്ലാവരുമായിട്ട് എൻ്റെ ക്ഷണിച്ച് ഞാനും ഒരു 10-15 വർഷം മുന്നേ ഈ ഫീൽഡിൽ ഉണ്ടായിരുന്ന ആളാണ്. പക്ഷെ ഇടയ്ക്ക് കുറച്ച് ബ്രേക്ക് വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത് ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നതും മേക്കപ്പിൻ്റെ ക്ലാസ് കാണുന്നതും അതിലോട്ട് വരികയും അങ്ങനെ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോഴാണ് ഒരു കുറച്ച് കോൺഫിഡൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ അതുവരെ നമുക്ക് ഒരു ഗ്യാപ്പ് വന്നപ്പോഴേക്കും എന്ത് ചെയ്യണം, എങ്ങനെ തുടങ്ങണം എന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഗ്രേസ് മിസ്സും ഇവിടെയുള്ള ബാക്കി സ്റ്റാഫുകളൊക്കെ നന്നായിട്ട് സഹകരിച്ചു. അപ്പോൾ എനിക്ക് ആ ഒരു നമ്മുടെ ഒരു കൈയുടെ ഒരു ഇതൊക്കെ അങ്ങ് മാറിക്കിട്ടും. നമുക്ക് കുറച്ച് ചെയ്ത് എക്സസൈസ് നമ്മൾ ചെയ്യാതിരിക്കുന്ന ഒരു ഇതല്ലായിരുന്നു, കുറച്ച് ഗ്യാപ്പ് വന്നപ്പോൾ അത് നന്നായിട്ട് എനിക്ക് ഇവിടെ വന്നപ്പോൾ അത് മനസ്സിലാക്കാൻ തരാനും പറ്റി. എല്ലാവർക്കും നന്ദി, വളരെ താങ്ക് യു വെരി മച്ച്. ശരി, അപ്പൊ നമ്മുടെ ഈ ഒരു ചെറിയ പ്രോഗ്രാമില് എല്ലാവരും പങ്കെടുത്തതിൽ എല്ലാവർക്കും ഒന്നുകൂടി താങ്ക്സ്. ശരി.